And where was the US in this process? Well, the US was in the United States. എസ് ജയശങ്കറിന്റെ ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിട്ടുണ്ട്. വേറൊന്നുമല്ല, അദ്ദേഹം നെതർലാൻഡിൽ പോയപ്പോൾ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് US ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുത്തത് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് എസ് ജയശങ്കർ പറഞ്ഞത് US യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, അമേരിക്ക തന്നെ ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടു എന്നുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുക മാത്രമല്ല, അതിൽ നല്ല രീതിയിലുള്ള കലിപ്പ് ഇന്ത്യക്കുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു വിഷയം ഡീൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇത്തവണ ഇന്ത്യയുടെ നേതൃത്വം ഈ ഒരു ടോപ്പിക്കിനെ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രംപ് ആയാലും ഇനി ഏത് കൊടി കെട്ടിയവനാണെങ്കിലും ആവശ്യമില്ലാതെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതങ്ങനെ മിണ്ടാതെ വിടാൻ പറ്റില്ല എന്നുള്ള ഒരു സമീപനം ഇന്ത്യ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളിൽ എവിടെയും ഇന്ത്യക്ക് വേണമെങ്കിൽ പറയാം, യെസ് US ആസ് യൂഷ്വൽ അവർ നമ്മളെ വിളിച്ചു, നമ്മളായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് നൈസായിട്ട് വേണമെങ്കിലും പറയാമായിരുന്നു. ജയശങ്കർ മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ത്യയുടെ ഏത് പ്രതിനിധി പ്രതികരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും വളരെ ഹാർഷായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ട്രംപിൻ്റെ അഹങ്കാരമാണ്, ട്രംപിൻ്റെ ചില വാക്കുകളാണ്, എന്തോ ആണെന്നുള്ള തോന്നൽ. കുറേ നാളായിട്ട് ഇയാൾ ഇത് തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാവരും, ലോകം മുഴുവൻ ഇയാളുടെ കാൽ കീഴിലാണ്, അമേരിക്കയാണ് എല്ലാവർക്കും തിന്നാൻ കൊടുക്കുന്നതെന്ന് പറയുന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം ഒരുപക്ഷെ ഇന്ത്യയുടെ അടുത്ത് ചെലവാകില്ല എന്ന് ട്രംപ് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ നിന്നപ്പോൾ പോലും ഇന്ത്യ അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒന്നുമല്ലാതിരുന്ന കാലത്ത് പിന്നെയാണോ ഇപ്പോൾ? ഇന്ത്യക്ക് അമേരിക്ക വേണം, നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ്. അതുകൊണ്ടാണ് പലതും നമ്മൾ സഹിക്കുന്നത്. സ്വാഭാവികമാണ്, ബിസിനസ് കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറാണ് അമേരിക്ക. അപ്പോൾ കസ്റ്റമർ അയാൾ ഏത് നേരവും അടിച്ച് പൂസായിട്ട് നിൽക്കുന്ന ഒരു കസ്റ്റമറാണ്. വായി തോന്നിയതൊക്കെ പറയുമെങ്കിലും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഒരു കസ്റ്റമർ ആകുമ്പോൾ ഓക്കെ, ക്ഷമിക്കാം, കാരണം കസ്റ്റമർ ആണല്ലോ കിങ്, നമുക്ക് ക്ഷമിച്ചല്ലേ പറ്റൂ, കച്ചവടത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ള ഒരു രീതിയിലാണ് ഇയാളെ ഇന്ത്യ സഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മുടെ തലേ കയറിയിരുന്ന് ചെവി കടിക്കാൻ വന്നാൽ ഏത് ട്രംപ് ആണെങ്കിലും ഏത് കൊടി കെട്ടിയവനാണെങ്കിലും ഇന്ത്യ അതിനെതിരെ റിയാക്ട് ചെയ്യും. ഇന്ത്യ എത്രത്തോളം ഈ ട്രംപിന്റെ പ്രതികരണത്തിൽ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് നീരസമുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ജയശങ്കറിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അമേരിക്കയിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അമേരിക്കയോടുള്ള ഒരു സൗഹൃദമല്ല കാണുന്നത്, കലിപ്പ് തന്നെയാണ് കാണുന്നത്. കാരണം അനാവശ്യമായിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് അന്താരാഷ്ട്ര മര്യാദകൾ പോലും ലംഘിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാവുമ്പോൾ ആരാണ് അത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത്? ആ രാജ്യങ്ങളാണ് പ്രഖ്യാപിക്കേണ്ടത്. അതിനുശേഷം വേണമെങ്കിൽ ട്രംപിന് പറയാം വളരെ നല്ല തീരുമാനമാണ്, ചെറിയ രീതിയിലാണെങ്കിലും അതിലൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും കലിപ്പില്ലായിരുന്നു. ഇത് ഒരു കുന്തവും ചെയ്തില്ല. അമേരിക്കയിൽ ഇരുന്നും കൊണ്ട് ഒരു ട്രേഡിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേക്കും പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് സമ്മതിച്ചു എന്നൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് സഹിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ കൂട്ടി ട്വീറ്റ് ചെയ്തിട്ട് ട്രംപ് ഓവർ സ്മാർട്ട് ആകാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അത് ഇന്ത്യ അമേരിക്ക റിലേഷനെ കാര്യമായി ബാധിക്കില്ലേ? നമ്മൾ തമ്മിൽ വലിയ വഴക്കുണ്ടാകും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ US റിലേഷൻ നല്ല രീതിയിൽ പോകുന്നത് ഇന്ത്യക്കും US-നും നല്ലതാണ്. നമുക്കും ട്രേഡ് ആവശ്യമാണ്, US-നും ഇന്ത്യയുടെ മാർക്കറ്റ് ആവശ്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു മര്യാദ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ JD വാൻസും അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ഇന്ത്യയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, ഈ കാര്യത്തിൽ ജയശങ്കർ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഓൾറെഡി തന്നെ. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യയെ വിളിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ തുര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലുള്ള US-നെ കോൺടാക്ട് ചെയ്തു, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ JD വാൻസോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയെ കോൺടാക്ട് ചെയ്ത് കാണും, ഇങ്ങനെ വെടിനിർത്തലിന് തയ്യാറാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അവരൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തീർന്നിരിക്കുകയാണ്, അവരെന്തിനും തയ്യാറാണെന്ന് പറഞ്ഞു കാണും. സ്വാഭാവികമായിട്ടും അത് പറയുമല്ലോ. അപ്പോൾ ഇന്ത്യയുടെ മറുപടിയാണ് അവിടെ പ്രധാനം. ഇന്ത്യ പറഞ്ഞു, ശരി, അവർ വെടിനിർത്തലിന് തയ്യാറാണെങ്കിൽ അവരാദ്യം ഞങ്ങളെ വിളിക്കട്ടെ, അവർ വിളിച്ചത് ഞങ്ങളോട് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊരു മറുപടി ഇന്ത്യ പറയുന്നു. ഈ കാര്യം പാകിസ്ഥാനെ അറിയിക്കുക എന്നൊരു ജോലി മാത്രമേ അമേരിക്ക ചെയ്തിട്ടുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യയെ വിളിക്കുന്നു, വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുന്നു, നിരുപാധികം കീഴടങ്ങുന്നു, എന്നിട്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞ ട്രംപ് എന്ത് ചെയ്തു? ഉടനെ തന്നെ തൻ്റെ ക്രെഡിറ്റിലേക്ക് ഇതെടുത്ത് വെച്ചു. എന്നിട്ട് ഒരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ട്രേഡ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, അതായത് വ്യാപാരം ചെയ്യാൻ, നിങ്ങൾ യുദ്ധമൊക്കെ നിർത്ത്, നമുക്ക് കുറച്ച് വ്യാപാരം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നിർത്തിയെന്ന്. എമ്മാതിരി വിവരക്കേടാണ് അയാൾ വിളിച്ച് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അല്ലെങ്കിൽ ഇന്ത്യയും മര്യാദയുടെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തേനെ. അപ്പൊ ഇങ്ങോട്ട് കാണിക്കാത്തൊരു മര്യാദ അങ്ങോട്ട് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല.
അയാൾക്ക് വായി തോന്നിയ വിളിച്ചു പറയാനുള്ളതല്ലല്ലോ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി. പിന്നെ സൗഹൃദത്തിന്റെ പുറത്ത് അന്താരാഷ്ട്ര സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്ത്യ എവിടെ വിടാറുണ്ട്? യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നരേന്ദ്രമോദിയും പറഞ്ഞു യുദ്ധത്തിന്റെ കാലമല്ല ഇത്, സമാധാനം വേണം. മോദി യുക്രൈനിൽ പോയി, റഷ്യയിൽ പോയി. അതുപോലെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതിനൊക്കെ ഒരു നയതന്ത്ര രീതിയുണ്ട്. അല്ലാതെ വലിയ ആശാനാണ്, ഞങ്ങളിൽ കുറെ പൈസയുണ്ട്, ഞങ്ങൾ അമേരിക്കയാണെന്നുള്ള കുങ്കുമ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് നാണം കെടുത്തി വിടും, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അമേരിക്കയേക്കാൾ സൈനികമായിട്ടൊരല്പം പുറകിലായിരിക്കാം, സാമ്പത്തികമായിട്ടൊരല്പം പുറകിലായിരിക്കാം, പക്ഷെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെവിടെയും പണയം വെച്ചിട്ടൊന്നുമില്ല. രണ്ടാമത് 145 കോടിയുണ്ട്. അതൊരു അഹങ്കാരം തന്നെയാണ്. കൂട്ടിയാൽ കൂടില്ല സായിപ്പന്മാരെ. പഴയതുപോലെയൊന്നും അല്ല. പണ്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായിട്ട് കുറെ കാലത്ത് കിടന്നപ്പോഴാണ് ഇവർ കയറി വന്ന് തമ്മിലടിപ്പിച്ച് ഒരുപാട് ലാഭം ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ലെന്നേ. ഇന്ത്യ ഇപ്പോൾ ഒരൊറ്റ ശക്തിയായിട്ട് 145 കോടി ജനങ്ങൾ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഒറ്റ ഭരണഘടന ഒരു കൊടയുടെ കീഴിൽ നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുകയാണെന്നേ. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ അയച്ചിരിക്കുന്ന എല്ലാ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ ഇന്ത്യ അയച്ചിരിക്കുകയാണല്ലോ. അതിന്റെ തെളിവാണ്. അപ്പോൾ ഇവിടെ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഓവർ സ്മാർട്ടായിട്ട് വലിയ ജാട കളിക്കാൻ നോക്കി. ഇന്ത്യ നൈസായിട്ട് തേച്ചു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും നാണം കെടുത്താണ് ട്രംപിനെ. മാധ്യമ പ്രവർത്തകരടക്കം ട്രംപിനോട് ചോദിക്കുന്നുണ്ട്, അല്ലെ ഇന്ത്യ പറയുന്നത് താങ്കൾ ഇടപെട്ടില്ല എന്നാണല്ലോ എന്ന ചോദ്യങ്ങൾ ട്രംപിന് നേരെ വരികയാണ്. കാരണം ഇന്ത്യ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമല്ലേ ട്രംപിന്റെ ക്ലെയിം ശരിയാകുള്ളൂ. അവിടെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജയശങ്കർ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് US വിമർശിച്ചു എന്നുള്ളതാണ്. US ഈ ഒരു പ്രോസസ്സിൽ എവിടെ ആയിരുന്നു എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. US യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞ മറുപടി. അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ത്യക്ക് ഒട്ടും പിടിച്ചിട്ടില്ല ട്രംപിന്റെ ഡയലോഗ് അടി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.